കേസുകൾ, നമ്മുടെ നാട്ടിൽ ഫേക്ക് റേപ്പ് കേസുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. നമ്മൾ പല ഇൻഫ്ലുവൻസേഴ്സിന്റെ പേര് വരെ കേൾക്കുന്നുണ്ട്, ഇയാൾ ഫേക്ക് റേപ്പ് കേസിൽ, ഇയാൾ റേപ്പ് കേസിൽ പ്രതിയാണ്. അപ്പോൾ തന്നെ ന്യൂസുകാർ എന്ത് ചെയ്യുന്നു, ന്യൂസുകാർ ഇയാളുടെ ഫോട്ടോ, പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്താ പറയുക പബ്ലിഷ് ചെയ്യുന്നു, ഇയാളെ നാറ്റിക്കുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് അത് തെളിയിക്കുന്നു ഫേക്ക് റേപ്പ് കേസാണെന്ന്. പക്ഷെ പിന്നെ ന്യൂസുകാർ അത് മാറ്റി പറഞ്ഞില്ല. അയാളുടെ സൊസൈറ്റിയിലുള്ള ഇമേജ്, റെപ്യൂട്ടേഷൻ, അയാളുടെ ജോലി, എന്താ പറയുക, അയാളുടെ കുടുംബം എല്ലാം തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, എൻ്റെ അഭിപ്രായ പ്രകാരം ഫേക്ക് കേസുകൾ കൊടുക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർക്കെതിരെ പ്രോപ്പർ ആക്ഷൻ വേണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പല ആളുകളും ഉപയോഗിക്കുന്നതാണ്. അതൊരു ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അവിടെ നമുക്ക് ഒരാളെ മാനഹാനി വരുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളോ മാനഹാനി വരുത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളോ അല്ലെങ്കിൽ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ത്രെട്ടൻ ചെയ്യുന്ന ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കാനുള്ള അധികാരമില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ ആർക്കെതിരെയാണോ അത് ചെയ്തത് അവർക്ക് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും. കാതൽ എന്ന് പറഞ്ഞ സിനിമയും കൂടി കണ്ടു. അപ്പം ഒരു രണ്ടുപേര് താമസിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് താമസിക്കുന്ന സമയത്ത് അതിൽ ഒരാളുടെ ലൈംഗികത നിഷേധിക്കുകയാണ്, അതായത് അവർക്ക് താല്പര്യമില്ല എന്നുള്ള സംഭവം വരികയാണെങ്കിൽ അത് ഡിവോഴ്സ് എന്നൊരു സംഭവത്തിൽ എത്തുമ്പോൾ എന്തുമാത്രം സ്ട്രോങ് ആയിരിക്കും ആ ഒരു പോയിന്റ്. കാരണം അത് ഡിനൈ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക ഒരാളുടെ ബേസിക് നീഡ് ഡിനൈ ചെയ്യുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളത്. പക്ഷേ നമ്മുടെ സാക്ഷരതയുള്ള ജനങ്ങളുടെ ഒരു ലീഗൽ ജ്ഞാനത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അതെപ്പോഴും കുറച്ച് താഴെ തന്നെയാണ്. അറിവുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ ലീഗലി കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ട്, നമുക്ക് വക്കീലിനെ വിളിച്ച് ചോദിക്കണം അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരെ പറ്റി ചോദിക്കണം. അപ്പോൾ ആ ഒരു സമയത്താണ് സോഷ്യൽ മീഡിയയിൽ ലീഗൽ അവയർനെസ്സുമായിട്ട് ഒരു വക്കീൽ എത്തുന്നത്. സോ അങ്ങനെ ഒരു വക്കീലാണ് നമ്മുടെ കൂടെയുള്ളത്, ലോയർ ബ്രോ നവനീത്. വെൽക്കം ടു അവർ ഷോ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ തന്നെ അന്ന് ഇംഗ്ലീഷാട്ടോ ഞാൻ കാണുന്നത്, ഇംഗ്ലീഷിൽ പറയുന്ന നവനീതിനെ കാണുന്നത്, ലോയർ ബ്രോ എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ ലീഗൽ സാധനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് എനിക്ക് പറഞ്ഞ പോലെ തന്നെ ലീഗൽ ഒരു വിവരമില്ലാത്ത ആളാണ്, ഒന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞ കോമൺ പീപ്പിൾ ഇല്ല, ഒരു കോമൺ പീപ്പിൾ ഞാനാണ്. ഞാൻ വിചാരിച്ചു ആദ്യത്തെ 2 റീൽസ് കണ്ടപ്പോൾ കൊള്ളാം, കറക്റ്റ് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. പിന്നെയാണ് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക ശേഖരിച്ച് പറയുന്നൊരു വക്കീലാണ്. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ കോമൺ പീപ്പിളിൻ്റെ വക ഒരു വലിയ നന്ദി പറയുകയാണ്, ഞങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ പറഞ്ഞു തരുന്നതിന്. അപ്പം എങ്ങനെയാണ് ഇതിലോട്ടുള്ള ആ ഒരു വരവ് എന്തൊക്കെയാണ്? എനിക്കറിയാം മോട്ടോ എന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കുറച്ചും കൂടി ലീഗലി ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കാനാണെന്നൊക്കെ. അപ്പം എന്താ പറയുക ജേർണി എന്ന് പറയുമ്പം എന്താണ് മനസ്സിൽ വരുന്ന ഫസ്റ്റത്തെ ഒരു കാര്യം? ആക്ച്വലി ജേർണി വളരെ സിമ്പിളാണ്. അതായത് ഞാൻ വക്കീലായതിനു ശേഷം, അതായത് വക്കീലാവുന്ന ശേഷം അല്ലെങ്കിൽ വക്കീലായി പഠിക്കുന്ന സമയത്ത് മീൻസ് ലോ സ്റ്റുഡൻ്റ് ആ സമയത്ത് നമുക്ക് കുറേ കോൾസുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതായത് ഓരോ നിയമം സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് റിലേറ്റീവ്സും അങ്ങനെ പല ആളുകളും വിളിക്കാൻ തുടങ്ങി. വക്കീലായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നാട്ടുകാരും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ പല രീതിയിലുള്ള കോൾ വരുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ബേസിക് അവയർനെസ് പോലും ആൾക്കാർക്കില്ല. അതായത് നമ്മളൊക്കെ വിചാരിക്കില്ലേ ഈ നിയമം എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ആ നിയമം എല്ലാവർക്കും അറിയാം എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർക്ക് അറിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ വിചാരിച്ച എങ്ങനെ എനിക്ക് ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ലോങ് ഫോം വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി, 7-10 മിനിറ്റൊക്കെ. അത് എൻ്റെ തന്നെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ കൂടിപ്പോയി 200-300 ആൾക്കാർ കാണും. പിന്നെയാണ് ഞാൻ കാര്യം മനസ്സിലാക്കിയത്, നീട്ടി പറഞ്ഞിട്ട് കാര്യമില്ല, 1 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ചാലഞ്ചാക്കി ഏറ്റെടുത്ത് 1 മിനിറ്റിനുള്ളിൽ പറയാൻ തുടങ്ങി. അത് ആദ്യം ഇംഗ്ലീഷിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇംഗ്ലീഷ് ഐ തിങ്ക് കുറേ സമയം എടുത്തു അതൊന്ന് ഹിറ്റായി മാറാൻ. പിന്നെ ഇംഗ്ലീഷ് ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു മലയാളം എന്നൊരു ഓപ്ഷനും കൂടിയുണ്ട്. അങ്ങനെ മലയാളത്തിൽ വേറൊരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ സൂപ്പർ ഹിറ്റായി. അപ്പോൾ പിന്നെ 2 ഹിറ്റ് ചാനലും കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ, കുഴപ്പമില്ലാതെ. ഇപ്പം ഞാൻ വക്കീലായിട്ടുള്ള സുഹൃത്തുക്കളെ കാണുമ്പോൾ ചോദിക്കുന്ന കാര്യം, അതായത് നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിൽ ഇഷ്ടംപോലെ സെഷൻസ് ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ പറയണേന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം നവനീത് അങ്ങനെ ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര ബൈ ഹാർട്ട് ചെയ്ത് സയൻസ് എടുത്ത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ട്രീം മാറുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക്. എന്നാലും കൂടിയിട്ട് ഓരോരോ സെഷൻസിൽ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ? എൻ്റെ കേസിൽ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ മാത്സ് എങ്ങനെയൊക്കെയോ ആണ് പഠിച്ച് പാസ്സായത് 12th കഴിഞ്ഞത്. അപ്പോൾ പണ്ട് മുതൽ നമ്പേഴ്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് നമ്പേഴ്സ് കാണുന്നത് ഇഷ്ടമല്ല. അപ്പം ഈ സെക്ഷൻസ് എന്നൊരു സംഭവം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സെക്ഷൻസുകൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെയിലി കോടതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ പല സെക്ഷൻസും യൂസ് ചെയ്യാറില്ലേ, അത് ഓട്ടോമാറ്റിക്കലി ഫീഡ് ആവും. അതാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാണ്ട് ലോ സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് എനിക്ക് സെക്ഷൻസ് ഒന്നും ഓർമ്മ ഉണ്ടാവാറില്ല. പക്ഷേ ആ സെക്ഷനിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയണ്ടാവും.
അതായത് സെക്ഷൻ പറഞ്ഞില്ലെങ്കിലും ഇതെന്താണ്, ഇതിന്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ടാവും, നമ്പർ ഓർമ്മയുണ്ടാവില്ല. പക്ഷെ കോടതി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഡേ ടു ഡേ യൂസ് ചെയ്തിട്ട് പല സെക്ഷനും ഓർമ്മ നിൽക്കാൻ തുടങ്ങി. ഇപ്പം കണ്ടന്റ് ക്രിയേഷൻ കൂടി ആയപ്പോഴത്തേക്ക് ആ ആംഗിളും പല സെക്ഷനുകളും തലയിൽ കയറിയിട്ടുണ്ട്. പക്ഷേ സെക്ഷൻ ഓർമ്മിച്ച് വെക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ എക്സ്പീരിയൻസ്, നമ്മൾ എന്താ പറയുക, ഡേ ടു ഡേ യൂസേജ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അടിപൊളി. ഇപ്പൊ നവനീതിന് തന്നെ ഒരുപാട് ഇന്റർവ്യൂസിൽ ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ പഠിത്തം കഴിഞ്ഞപ്പം ഒരുപാട് കോൾസുകൾ വന്നു എന്ന് പറയുണ്ടായി. ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു കോൾസോ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടോ? അതായത് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സഹായം ചോദിച്ചതിൽ ഇത്രയും കാലമായിട്ട് ഞെട്ടിയത് കുറേ കോൾസ് ഉണ്ട്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ, അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വീട്ടിൽ കുറേ കാലമായിട്ട് ഒരു അബ്യൂസ് നേരിടുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നിന്ന്. സോ എന്താ പറയുക, എനിക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം അവർ നടത്തിക്കൊണ്ടു പോയിരുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു. അവർക്കതൊരു എന്താ പറയുക, ഡൊമസ്റ്റിക് വയലൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവരത് എത്രയോ 10, 20, 30 കൊല്ലങ്ങളോളം സഹിച്ചിട്ട് അവസാനം കേട്ടിട്ടാണ് അവരെന്നോട് ചോദിക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഞാൻ അവരുടെ സ്റ്റോറി കേട്ടപ്പം, നമ്മൾ പുറത്ത് കാണുമ്പം ഈ പറയുന്ന രണ്ട് വ്യക്തികൾ നല്ല എന്താ പറയുക, ഒരു പ്രശ്നവുമില്ല, നമ്മൾ ഐഡിയൽ കപ്പിൾസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരുന്നു പുറത്ത് കാണുമ്പോൾ. പക്ഷെ അവരുടെ ഡേ ടു ഡേ ലൈഫ് ഇത്രത്തോളം മിസറബിൾ ആണെന്ന് ആ കോളിലൂടെയാണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതായത് എത്രയോ കാലമായിട്ട് എന്താ പറയുക, ഫിസിക്കൽ അബ്യൂസും ഇമോഷണൽ അബ്യൂസും നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പം ഞാനൊന്ന് ഞെട്ടിപ്പോയി. കാരണം എനിക്ക് അറിയുന്ന ആൾക്കാരായിരുന്നു. പിന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർ ആക്ഷൻ എടുത്തു. സോ അതൊരു ഞെട്ടിക്കുന്ന ഒരു കോളായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുറേ എന്താ പറയുക, എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ, അവർക്ക് വരുന്ന മെസ്സേജുകൾ, അതായത് സൈബർ സ്പേസിൽ വരുന്ന ത്രെറ്റനിങ്ങുകളും, അതേപോലെ തന്നെ സൈബർ സ്പേസിൽ അവരെന്താ പറയുക, അവർക്ക് ഒരു ത്രെറ്റ് വരുമ്പോൾ അവർ വിചാരിക്കും ഒന്നുമില്ല, കുഴപ്പമില്ല, ഒന്നും ചെയ്യേണ്ട. പക്ഷെ അവർ മനസ്സുകൊണ്ട് ഭയങ്കര തകർന്നു പോകുന്നുണ്ട്. എവിടെ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന് പോലും ഐഡിയ ഇല്ലാത്ത കുറേ കഷ്ടപ്പെട്ട് പോയ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ. അപ്പോൾ അവരുടെയൊക്കെ കോളുകൾ കേൾക്കുമ്പോൾ ഇവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സോ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത്. കാരണം ഇനി ഒരു ലോയറിനെ വിളിക്കുന്നതിന് മുന്നേ എന്നെ റീല് കണ്ടാൽ തന്നെ ഒരു ഐഡിയ കിട്ടും എന്ത് ചെയ്യണം എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം തന്നെ. സോ ഇത്തരം 2-3 ഇൻസിഡൻസ് എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോട്ടെ, ഇതിപ്പം ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എല്ലാ ആഴ്ചയും ആസ്ക് മീ എനിത്തിങ് സെഷൻ വെക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ലീഗൽ ഡൗട്ട്സ് എന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അതിൽ വരുന്ന പല ചോദ്യങ്ങളും ശരിക്കും പറഞ്ഞ് ഞെട്ടിക്കുന്ന ചോദ്യങ്ങളാണ്. അതായത് ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള സെക്ഷൽ അബ്യൂസുകൾ, ഇതൊക്കെ പെൺകുട്ടികളും പിന്നെ ആൺകുട്ടികൾ നേരിടുന്ന അബ്യൂസുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റണ്ടായി പോകുന്നത്. നമ്മളുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയും നടക്കുന്നുണ്ട് എന്നുള്ളത്. പറ്റാവുന്ന രീതിയിലൊക്കെ അഡ്വൈസുകൾ കൊടുക്കാറുണ്ട്, അവർ ആക്ഷൻ എടുക്കാറുണ്ട്. പക്ഷേ ടു ബി ഫ്രാങ്ക്, ഓരോ ആഴ്ചകൾ കഴിയുന്തോറും ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞെട്ടൽ ഇപ്പോൾ കുറച്ച് നോർമൽ ആയിട്ടുണ്ട്. കാരണം ഓരോ ആഴ്ചയും ഓരോ പുതിയ സംഭവമാണ് വരുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു കുടുംബത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യമാണ്. ഒബ്വിയസ്ലി നമ്മളിപ്പോൾ കാതൽ എന്ന് പറഞ്ഞ സിനിമയും കൂടി കണ്ടു കഴിഞ്ഞപ്പം ഒരു പാർട്ട്ണർ 2 പേര് താമസിക്കുമ്പോൾ, കല്യാണം കഴിഞ്ഞ് താമസിക്കുന്ന സമയത്ത് അതിൽ ഒരാളുടെ ലൈംഗികത നിഷേധിക്കുകയാണ്. അതായത് അവർക്ക് താല്പര്യമില്ല എന്നുള്ള സംഭവം വരികയാണെങ്കിൽ അത് ഡിവോഴ്സ് എന്നൊരു സംഭവത്തിൽ എത്തുമ്പോൾ എന്തുമാത്രം സ്ട്രോങ് ആയിരിക്കും ആ ഒരു പോയിന്റ്. അതായത് പുള്ളിക്കാരൻ താല്പര്യം ഇല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് താല്പര്യമില്ല ഈ ഒരു സംഭവത്തിൽ. പക്ഷെ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ബേസിക് നീഡാണ് ഒരു മനുഷ്യൻ. അപ്പൊ അത് അത്രയും വാലിഡ് ആയിട്ടുള്ള സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഒരു ഡിവോഴ്സിൽ. അതൊരു സ്ട്രോങ് പോയിന്റ് തന്നെയാണ്. കാരണം അതൊരു വലിയ സ്ട്രോങ് പോയിന്റിന്റെ പരിധിയിൽ വരുന്ന സംഭവം തന്നെയാണ്. കാരണം അതിപ്പോൾ ഒരു ബേസിക് നീഡ് തന്നെയാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ അതില്ലെങ്കിൽ തന്നെ വലിയൊരു പ്രശ്നമാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പല മാനസിക ബുദ്ധിമുട്ടുകളും ഈ പറയുന്ന സ്ത്രീയോ പുരുഷനോ നേരിടുന്നുണ്ടാവും ആ ഒരു ഡിനയൽ കൊണ്ട്. നമ്മൾ ആ ഒരു ഡിനയൽ മാത്രമല്ല ഇവിടെ നോക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉണ്ടാവും. സോ അതെല്ലാം കൂടി വരുമ്പോൾ അതൊരു സ്ട്രോങ് പോയിന്റ് തന്നെയാണ് ഡിവോഴ്സ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് ഡിനൈ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, ഒരാളുടെ ബേസിക് നീഡ് ഡിനൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് അത് ഡിനൈ ചെയ്യുന്നതോട് കൂടി അയാൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ആ മാനസിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ചെറുതല്ല. സോ അതൊരു സ്ട്രോങ് പോയിന്റ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ അത് ഒരു സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കപ്പിൾസ് വളരെ കുറവല്ലേ. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു റീസൺ ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ലീഗലി മൂവ് ചെയ്യുന്നില്ലല്ലോ. അപ്പം അതിനൊക്കെ ഒരു അവയർനെസ് കൊടുക്കാൻ എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? അല്ല, അതിനെപ്പറ്റി അതായത് ഇപ്പം ഡിവോഴ്സിന് പല കാരണങ്ങളും നമ്മൾ പറയാറുണ്ട് നിയമത്തിൽ. ഡിവോഴ്സ് നൽകാനുള്ള പല കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി എന്താ പറയുക വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു കാരണമാണെന്നുള്ളത്. അപ്പം ചില കമൻസ് വരാറുണ്ട്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, നല്ല കുടുംബത്തെ നശിപ്പിക്കുകയാണോ, അങ്ങനെയാണെന്നൊക്കെ രീതിയിലുള്ള പല മെസ്സേജുകളും കമൻസൊക്കെ വരാറുണ്ട്. പക്ഷെ നിയമത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഇത്തരം കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ
ചെയ്യാൻ പറ്റും, ഇത് നിങ്ങളുടെ റൈറ്റ്സ് ആണ് വയലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. സോ വീഡിയോസിലൂടെ വീഡിയോസിലൂടെ മാത്രമല്ല ഐ തിങ്ക് ഈവൻ എന്താ പറയുക, നമ്മളെ സർക്കാരുകൾ കൂടി ഒരു അവയർനെസ് കൊണ്ടുവരണം ഈ പ്രത്യേകിച്ച് സ്ത്രീകളിലേക്ക്. അവർ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ അവരിലേക്ക് ശരിക്കും പറഞ്ഞാൽ എത്തുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ എനിക്ക് വന്ന ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കോള്, അത് ഡൊമസ്റ്റിക് വയലൻസ് ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും അവരിലേക്ക് എത്തുന്നില്ല. അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, ബാക്കിയുള്ള ആളുകൾ മീൻസ് നമ്മളെ ഗവൺമെൻറ്റും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവയർനെസ് ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള പോലെ തന്നെ ഒരു 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 എന്താ പറയുക, ഒരു കരിയറായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ളൊരു ഏരിയ. അപ്പം ഒരുപാട് തരത്തിലുള്ള കണ്ടന്റുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇപ്പം ഇൻസ്റ്റഗ്രാം ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, അല്ലെങ്കിൽ എന്തും ആവട്ടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും അവിടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കൈൻഡ് ഓഫ് കണ്ടന്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു പക്ഷേ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ചെയ്താൽ, ഇങ്ങനെ സംസാരിച്ചാൽ, ഇതൊക്കെ പറഞ്ഞാൽ അത് ലീഗലി പ്രശ്നമാണ് എന്നുള്ള സംഭവങ്ങളുണ്ടോ? കുറേ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നു. ഇപ്പം ഞാനിപ്പം വർഷേനെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക, ഒരു സ്പേസിൽ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അതിനെ എതിർക്കുകയാണ്. അതായത് വർഷ പറഞ്ഞത് ശരിയായില്ല എന്നെനിക്ക് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഞാൻ വർഷേൻ്റെ ക്യാരക്ടറിനെ പറ്റി അല്ലെങ്കിൽ വർഷേനെ പറ്റി ഒരു വല്ലാത്ത രീതിയിൽ, വൾഗറായ രീതിയിൽ, വർഷേനെ ഡീഫെയിം ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ വർഷയ്ക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും ഡിഫമേഷൻ്റെ പരിധിയിൽ. അതൊന്നാണ്. രണ്ടാമത് നമ്മൾ ഈ തെറി വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ പല കമൻറ്റ് ബോക്സിൽ പോയിട്ട് അപ്പുറത്തുള്ള ആളെ തെറി വിളിക്കുക, അല്ലെങ്കിൽ അവരെ എന്താ പറയുക ഈ ത്രെറ്റ്സുകൾ കൊടുക്കുക, ഇതൊക്കെ ഇല്ലീഗലാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പല ആളുകളും ഉപയോഗിക്കുന്നതാണ്. അതൊരു ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അവിടെ നമുക്ക് ഒരാളെ മാനഹാനി വരുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളോ മാനഹാനി വരുത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളോ അല്ലെങ്കിൽ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ത്രെറ്റൻ ചെയ്യുന്ന ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കാനുള്ള അധികാരമില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെതിരെയാണോ അത് ചെയ്തത് അവർക്ക് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും. സോ അത് കുറച്ച് സീരിയസ് ആയ ഒരു കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി ആരും ആക്ഷൻ എടുക്കുന്നില്ല. അതാണ് പ്രശ്നം. കാരണം ഒരാൾ ആക്ഷൻ എടുത്ത് ഒരാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് പേടിയായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളൊക്കെ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കാണാറുണ്ട് പല ഫേക്ക് അക്കൗണ്ട്സുകളിൽ നിന്നും വന്നിട്ട് നമ്മളിങ്ങനെ തെറി വിളിക്കുന്നത്. ഈ ഫേക്ക് അക്കൗണ്ട്സിന് പിന്നാലെ പോയിട്ട് നമുക്ക് ആരാന്ന് മനസ്സിലാവില്ല. പക്ഷേ സൈബർ സെല്ലിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ സൈബർ സെല്ല് വിചാരിക്കുകയാണെങ്കിൽ ഇയാളെ കണ്ടുപിടിക്കാൻ പറ്റും. ഇയാളെ കണ്ടുപിടിച്ച് ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കും. പക്ഷേ സൈബർ സെല്ല് വിചാരിക്കണം. അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം എനിക്കറിയാം കുറേ ആളുകൾ പറയാറുണ്ട് സൈബർ സെല്ല് പരാതി കൊടുത്തു സാർ, ഒന്നും നടക്കുന്നില്ല, അവരെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഇല്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. മേ ബി നമ്പർ ഓഫ് കേസസിന് എണ്ണം കൂടുതലുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്താ പറയുക റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അഭ്യർത്ഥന സർക്കാരിനോട് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് സൈബർ സെല്ലിൽ ഉണ്ടെങ്കിൽ, അതായത് അവർക്കിത് കാറ്റർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണണം. അതിനൊരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ സ്പേസ് കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് സിനിമകളും കൂടിയാണ്. ഇപ്പം ചെറുപ്പം മുതലേ കണ്ടു വളർന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നടന്മാരൊക്കെ ഘോരം കോടതി മുറിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഓക്കെ ഇതാണ് കോടതി, രണ്ട് കൂട്ട് അതിൻ്റെ അകത്ത് പ്രതികളിരിക്കുന്നു, ഒരാളിങ്ങനെ കോട്ടൊക്കെ വീശി വന്ന് ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതാണ് കോടതി എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കുള്ള കോടതി ഇങ്ങനെയല്ല എന്നും കൂടി അറിയാൻ പറ്റി. അപ്പം വക്കീൽ തന്നെ പറയണം, ഈ കോടതിയിൽ എങ്ങനെയാണ് ശരിക്കും ജഡ്ജും നിങ്ങൾ വക്കീലന്മാർ വാദമൊക്കെ എങ്ങനെയാണ് ശരിക്കും ഈ സിനിമയിൽ കാണുന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും, കാരണം അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മുടെ സിനിമയിൽ ഇപ്പം എന്താ പറയുക നരസിംഹത്തിൽ മമ്മൂട്ടിയുടെ ആ ഒരു എന്താ പറയുക ഘോരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ചാർട്ടർ ഫ്ലൈറ്റ് എടുത്ത് വരും, അല്ലെങ്കിൽ ആ പറഞ്ഞ കോടതി രംഗങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ജനഗണമന പോലുള്ള സിനിമയിൽ പൃഥ്വിരാജിൻ്റെ എന്താ പറയുക ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ റിയൽ കോടതികൾ ശരിക്കും അങ്ങനെയല്ല. ചില സമയങ്ങളിലൊക്കെ നല്ല ഘോരമായ സംഭവങ്ങൾ നമുക്ക് കാണാം. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ വളരെ കാമായിട്ട് ഒരു കോടതിയിൽ ഒരു മജിസ്ട്രേറ്റോ ജഡ്ജിയോ ഉണ്ടാകും, കുറച്ച് വക്കീലന്മാരുണ്ടാവും, പ്രതികളും എവിഡൻസിന് വന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വളരെ കാമായിട്ട് വളരെ കമ്പോസ്ഡായിട്ട് പോകുന്നൊരു സാധാരണയാണ് കോടതികൾ എന്ന് പറയുന്നത്. അവിടെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ്, അതായത് വക്കീലന്മാർ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പോലും സിനിമയിൽ കാണുന്ന പോലെ ഭയങ്കരമായ രീതിയിലൊരു എന്താ പറയുക അഡ്രിനാലിൻ റഷ് തരുന്നൊരു സംഭവമാണ് കോടതി എന്ന് എനിക്ക് പറയാനില്ല. ഒരു സാധാരണ ഒരു എന്താ പറയുക നിങ്ങൾ എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം ഒന്ന് പോയി കണ്ടു നോക്കണം. നിങ്ങളൊരു കോടതിയിലൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അപ്പം മനസ്സിലാവും എന്താണ് ആ വ്യത്യാസമുള്ളത്. ശാന്തമാണ് പൊതുവെ കോടതികൾ. ഇപ്പം നമ്മൾ
ജഡ്ജിനൊക്കെ കയറി ഇങ്ങനെ എതിർത്ത് സംസാരിക്കുക അതൊക്കെ അവിടെ പറ്റുന്നതാണോ? ഇല്ലല്ലോ, പറ്റില്ലല്ലോ. അതൊന്നും ജഡ്ജിനെ എതിർത്ത് സംസാരിക്കുക വെച്ചാൽ ജഡ്ജിൻ്റെ ഇപ്പം ജഡ്ജ് പറയുന്നതിൽ ഇപ്പം എന്തെങ്കിലും ഒരു റിബട്ടൽ പറയാറുണ്ടെങ്കിൽ റെസ്പെക്ട്ഫുള്ളി എതിർക്കാം. അതായത് യുവർ ഓണർ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അല്ലാതെ ജഡ്ജിനെ കയറി മറ്റേ എന്തെങ്കിലും പറയുക അതൊന്നും പറയാൻ പറ്റില്ല. അത് വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോകും. ജഡ്ജ് എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻറ്റ് പൊസിഷനാണ്, നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ ആ പൊസിഷന് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഒരു എതിർത്ത് പറയാനുണ്ടെങ്കിൽ റെസ്പെക്ട്ഫുള്ളി അദ്ദേഹത്തോട് സംസാരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഓർക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വലിയ വലിയ എന്താ കൊലപാതകം ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പീഡന കേസുകളാവട്ടെ, മറ്റെന്ത് കൈൻഡ് ഓഫ് കേസുകളാണെങ്കിലും വിധി വരാൻ ചിലപ്പം ഒരുപാട് വർഷങ്ങൾ എടുക്കാറുണ്ട്. 21 വർഷം 28 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഒരു സാധാരണ ഒരു വ്യക്തി നിലനിൽക്ക് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, എന്തിന് ഇത്രയും ടൈം എടുക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ ഇപ്പം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ശിക്ഷ കൊടുത്തൂടെ? അങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ശരിക്കും ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു പീരീഡ് വരുന്നത് വിധി വരാൻ വേണ്ടി? നിങ്ങളുടെ ചിന്തനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണക്കാരുടെ എന്താ പറയുക, സാധാരണക്കാരുടെ പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് ഈ അവർ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് കോടതി ഇത്ര ഡിലേ ആക്കുന്നത്, ഒരു വിധി വരാൻ ഇത്ര വൈകുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പോപ്പുലേഷൻ ഭയങ്കര വലുതാണ്. അതേപോലെ തന്നെയാണ് കേസസുകളുടെ എണ്ണവും. അതേപോലെ തന്നെ നമ്മുടെ കോടതികൾ ഇപ്പം ഈ കേരളത്തിൽ 250 ജഡ്ജസ് ആണുള്ളത്. ഈ 250 ജഡ്ജസിൻ്റെ വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ്. വെച്ചാൽ ഭയങ്കരമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടും അവിടെ ഒരു ഡിലേ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം നമ്പർ ഓഫ് ജഡ്ജസിൻ്റെയും കോടതികളുടെ എണ്ണം കൂട്ടണം. എന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. പിന്നെ പ്രൊസീജിയറിൽ അവിടെയും ഇവിടെയും കുറച്ച് ഡിലേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് കുറച്ച് എക്സ്ട്രാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടും ഡിലേ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജുഡീഷ്യറിയും നമ്മുടെ ഗവൺമെൻറ്റും ഒന്ന് ഇരുന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കുറയ്ക്കാൻ സാധിക്കും. ആൻഡ് അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. പക്ഷെ എന്നാലും വലിയ വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. സോ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയേ ഇപ്പം എനിക്കിവിടെ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ കുറച്ചധികം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു ഒരു കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ഇവൻ ഞാനും വിശ്വസിക്കുന്നു സ്ത്രീകൾക്ക് കുറച്ചധികം തന്നെ നിയമത്തിൻ്റെ സംരക്ഷണമുണ്ട്. പക്ഷേ പല സമയങ്ങളുമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഈ ഒരു സംഭവം തന്നെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല കേസുകൾ ഇപ്പോൾ പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ ബ്രേക്കപ്പ് ആയിട്ട് സ്ത്രീ അങ്ങോട്ട് ആ പെൺകുട്ടി ഒരു പക്ഷേ പണി കൊടുത്തിട്ട് എത്രയോ വർഷം ജയിലിൽ പോയി കിടക്കുന്ന ആൾക്കാരുടെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. ഇവൻ അത് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്ത്രീന് പ്രത്യേകിച്ചൊരു സാധനം കൊടുക്കുക, അതിൻ്റെ പേരിൽ പുരുഷന് നീതി നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക, നീതിയില്ലായ്മ തന്നെയല്ലേ? ജെൻഡർ ന്യൂട്രൽ ലോസിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് സ്ത്രീയോ പുരുഷനോ എന്ന വേർതിരിവില്ലാതെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള നിയമങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പം റേപ്പ് കേസുകൾ, നമ്മുടെ നാട്ടിൽ ഫേക്ക് റേപ്പ് കേസുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. നമ്മൾ പല ഇൻഫ്ലുവൻസേഴ്സിന്റെ പേര് വരെ കേൾക്കുന്നുണ്ട്. ഇയാൾ റേപ്പ് കേസിൽ പ്രതിയാണ്. അപ്പോൾ തന്നെ ന്യൂസുകാർ എന്ത് ചെയ്യുന്നു? ന്യൂസുകാർ ഇയാളുടെ ഫോട്ടോ, പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്താ പറയുക പബ്ലിഷ് ചെയ്യുന്നു, ഇയാളെ നാറ്റിക്കുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് അത് തെളിയിക്കുന്നു ഫേക്ക് റേപ്പ് കേസാണെന്ന്. പക്ഷെ പിന്നെ ന്യൂസുകാർ അത് മാറ്റി പറഞ്ഞില്ല. അയാളുടെ സൊസൈറ്റിയിലുള്ള ഇമേജ്, റെപ്യൂട്ടേഷൻ, അയാളുടെ ജോലി, എന്താ പറയുക, അയാളുടെ കുടുംബം എല്ലാം തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, എൻ്റെ അഭിപ്രായ പ്രകാരം ഫേക്ക് കേസുകൾ കൊടുക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർക്കെതിരെ പ്രോപ്പർ ആക്ഷൻ വേണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കെതിരെ ആരെങ്കിലും ഫേക്ക് കേസ് കൊടുക്കുകയാണെങ്കിൽ, ഫേക്ക് കേസ് കോടതി പറയുകയാണെങ്കിൽ ഒരു ഫേക്ക് കേസാണ്, നിങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ഡീഫമേഷൻ അല്ലെങ്കിൽ മലീഷ്യസ് പ്രോസിക്യൂഷന് പോകും. തിരിച്ചെന്തായാലും ആക്ഷൻ ഉണ്ടാവും. കാരണം എൻ്റെ ഇമേജ്, എൻ്റെ റെപ്യൂട്ടേഷനാണ് നശിക്കപ്പെട്ടു പോകുന്നത്. സോ ഈ സ്ത്രീ അനുകൂലമായ നിയമങ്ങൾ ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് ജെൻഡർ ന്യൂട്രൽ ആക്കുക. ഈ ജെൻഡർ ന്യൂട്രൽ ആക്കിയാൽ തന്നെ പല പ്രശ്നങ്ങളും മാറും. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു തവണ കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സൊസൈറ്റി അയാളെ കുറ്റവാളിനെ പോലെ തന്നെയാണ് കാണുക. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടില്ലേ, എനിക്കറിയില്ല ഈ പറയുന്ന ഒരു കിഡ്നാപ്പിംഗ് ആണോ എന്ന് അറിയില്ല, ഷാജഹാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിൻ്റെ ഒരു സംഭവം ഉണ്ട്. അയാളെ വീട് അടിച്ചു തകർത്തു. അയാൾ പണ്ടത്തെ ഈ ലേറ്റസ്റ്റ് നടന്ന കിഡ്നാപ്പിംഗ് കേസിൽ ഒരു മുഖചിത്രം വന്ന സമയത്ത് ഇയാളുടെ മുഖചിത്രമായ സിമിലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ പണ്ട് ഏതോ കേസിൽ അയാൾ എന്താ പറയുക കുറ്റവാളിയായിരുന്നു. ആൾ ജയിൽ അനുഭവിച്ച് പുറത്ത് വന്ന മനുഷ്യനാണ്. പിന്നെ ആൾ ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. പക്ഷേ ഒരു കേസ് വന്നു, ചിത്രം വന്നപ്പോഴത്തേക്ക് ആളുകൾ കയറി അറ്റാക്ക് ചെയ്യാണ്, ഒന്നും നോക്കാതെ തന്നെ. അതായത് സത്യമുണ്ടോ കള്ളമുണ്ടോ എന്നുള്ളത്. സോ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. സോ ഈ നമ്മളെ സൊസൈറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റണം. ഫോർ എക്സാമ്പിൾ, ഒരു ഫേക്ക് കേസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കേസ് നിലനിൽക്കുന്ന സമയത്തെങ്കിലും അയാളെ കുറ്റവാളിയായിട്ട് കാണാതിരിക്കുക. കോടതി വിധി വരട്ടെ, എന്നിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്താൽ പോരെ.
അത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ ജെൻഡർ ന്യൂട്രൽ ലോസ് ആവശ്യമാണ് ഈ പറയുന്നത് നമ്മുടെ രാജ്യത്ത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. എന്നിട്ടും കൂടിയിട്ട് ഇപ്പോൾ പോലീസുകാർക്കാണെങ്കിലും ഇപ്പോൾ ലോയേഴ്സിനാണെങ്കിലും അറിയാം ഇത് ഫേക്ക് കേസ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും വിധി വന്നത് ഇങ്ങനെയാണ്. കാരണം പെൺകുട്ടിയുടെ ഭാഗത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയാലോ, വക്കീലിനെ അറിയാം, പോലീസിനെ അറിയാം, നിയമത്തിന് അത് അറിയാം. എന്നിട്ട് അവരെന്തുകൊണ്ടായിരിക്കും അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്? അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇവൻ നമുക്ക് അറിഞ്ഞാൽ കൂടിയും, അതായത് ഇത് എന്താ പറയുക, തെളിവ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിലാണല്ലോ നമ്മൾ കളയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ റേപ്പ് കേസിന്റെ കാര്യം പറയുകയാണ്, ഒരു ആരോപണം വരുമ്പോഴത്തേക്കിന് പോലീസ് ഈ പറഞ്ഞ വ്യക്തിയെ കൊണ്ടുപോകും. ഇവൻ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പുരുഷനടുത്ത് ചോദിക്കുക പോലും ചെയ്യില്ല, അത് പെൺകുട്ടി പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ എന്നുള്ള. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടക്കത്തിൽ അങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുക. പിന്നെ കോടതിയിൽ എത്തിയിട്ട് വേണം പ്രൂവ് ചെയ്യാൻ ദാറ്റ് ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം അത് അവിടെ പ്രൂവ് ചെയ്യണം. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഇവിടെ ജെൻഡർ ന്യൂട്രൽ ലോസ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അവിടെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോസസ്സിൽ മാറ്റം കൊണ്ടുവരാൻ വെച്ചാൽ ചിലപ്പോൾ നല്ല കേസുകൾ, ശരിക്കും ജെന്യുവൻ കേസുകളും ഉണ്ടാവും. അതായത് ഒരു വ്യക്തിയെ ആക്രമിച്ച ജെന്യുവൻ കേസുകളും ഉണ്ടാവും. അപ്പോൾ ആ കേസിലൊക്കെ സ്പോണ്ടാനിയസ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ടി വരും അയാൾ അറസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സോ ഇത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ പറയാണ് ഇയാൾ എന്താ പറയുക എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ സ്പോണ്ടാനിയസ് ആയിട്ട് അറസ്റ്റ് ഉണ്ടാവും. അത് അറസ്റ്റ് ഉണ്ടായതിന് ശേഷം പിന്നെ കോടതിയിൽ വെച്ചിട്ടാണ് അത് തെളിയിക്കുക ദാറ്റ് ഇയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയോ വർഷങ്ങൾ ചിലപ്പം കഴിഞ്ഞിട്ടുണ്ടാവും, അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. എന്താക്കാനാ വലിയ പ്രശ്നമാണത്. അത് ആക്ച്വലി ഇന്ത്യയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോസ് മാറുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഹോപ്പ്ഫുള്ളി ഇവിടെയും മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ അതാ ചോദിക്കാൻ വന്നത്, എന്നായിരിക്കും ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ലോ നമ്മുടെ നാട്ടിലപ്പോൾ എത്തുന്നത്? എല്ലാവരും എന്നോട് മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങൾ എന്ത് വക്കീലാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമത്തിൽ മാറ്റം കൊണ്ടുവരാത്തത്, അല്ലെങ്കിൽ നിങ്ങളല്ലേ മാറ്റം കൊണ്ടുവരേണ്ടതെന്നുള്ളത്. എനിക്ക് ഈ ജനങ്ങളോട് പറയാനുള്ള, വക്കീലന്മാർ വിചാരിച്ച നിയമത്തിൽ മാറ്റം വരില്ല. നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ച നിങ്ങളുടെ ജനപ്രതിനിധികൾ, MP അല്ലെങ്കിൽ MLA, ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരും. സോ നിങ്ങൾ അവരോടാണ് പറയുന്നത്, നമ്മൾ അവരോടാണ് സംസാരിക്കേണ്ടത്. ബിക്കോസ് അവരാണ് നിയമം ഉണ്ടാക്കുന്നതും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് പാർലമെന്റിലൊക്കെ ആയിട്ട്. സോ അവരാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും MP MLA ആയിട്ടില്ല, സോ എനിക്കിത് റേസ് ചെയ്യാൻ സാധിക്കില്ല. അവർ വിചാരിച്ചാൽ റേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഹോപ്പ്ഫുള്ളി നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ കാത്തിരിക്കാം. ഇപ്പോൾ നമ്മൾ ഈ നിയമം പഠിക്കുന്നതിന് മുന്നേ ഒരു സമയമുണ്ടല്ലോ, അതായത് ഇപ്പോൾ +2 ആവട്ടെ അല്ലെങ്കിൽ ചെറുപ്പത്തിലാവട്ടെ, അപ്പം അന്ന് നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ അന്ന് എനിക്ക് നിയമം അറിയാമായിരുന്നെങ്കിൽ ഇയാളെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് തോന്നി എന്തെങ്കിലും ഇൻസിഡൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ വെച്ചാൽ പൊതുവേ ശാന്തമായ +2 ലൈഫാണ് എൻ്റെ. ഞാൻ ഡൽഹിയിലാണ് പഠിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടുത്തെ നാട്ടിലെ പോലെ എന്താ പറയുക സംഭവബഹുലമായ പല സംഭവങ്ങളും അവിടെ നടക്കാറില്ല. നിയമം അറിയാമെന്ന് ചോദിച്ചാൽ ചില സിറ്റുവേഷൻ, അതായത് ബസ്സിലൊക്കെ ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മൊളസ്റ്റേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബസ്സുകാർ തന്നെ അത് ഒതുക്കി തീർക്കുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാത്തൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ സമയത്ത് +2 നമുക്കൊന്നും അറിയില്ലല്ലോ. ഒരു സമയത്ത് അത് എന്താ പറയുക, അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് അറിയില്ലായിരുന്നു, കാരണം ഞാൻ കാണുന്നുണ്ട്. പിന്നെ ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്, ഒന്നും ചെയ്യാൻ പറ്റാതെ. അന്നൊരു നിയമം അറിയുന്ന വ്യക്തിയാണെങ്കിൽ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ അന്ന് പറയാൻ സാധിച്ചില്ല, ബിക്കോസ് എനിക്കത് നിയമം അറിയില്ലായിരുന്നു. സോ അതുകൊണ്ട് അതാ പറയുന്നത്, കുട്ടികളുടെ നിയമം പഠിപ്പിക്കണം നമ്മൾ. അതായത് അവരെ LLBക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനല്ല ഞാൻ പറയുന്നത്, അവരറിഞ്ഞിരിക്കേണ്ട ബേസിക് നിയമങ്ങൾ കുട്ടികൾക്ക് ഒരു 4th സ്റ്റാൻഡേർഡ് മുതലോ 5th സ്റ്റാൻഡേർഡ് മുതലോ പഠിപ്പിച്ച് തുടങ്ങണം. ചെറുതായിട്ട് ഒരു ചെറിയ സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അവരൊരു അനീതി കാണുമ്പോൾ അവർ പ്രതികരിക്കും, മാറ്റങ്ങളുണ്ടാവും സൊസൈറ്റിയിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വക്കീലായതുകൊണ്ട് രക്ഷപ്പെട്ട സാഹചര്യങ്ങൾ എന്താണ് ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ പ്രശ്നമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പം വക്കീലായതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ലോ അറിയുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു പോയ എന്തെങ്കിലും സംഭവങ്ങളുണ്ട്? രക്ഷപ്പെട്ടതിനെക്കാട്ടും കോമഡിയും, നമ്മൾ വക്കീലായതിനു ശേഷവും ഹെൽമെറ്റ് വെക്കാതെ ഞാൻ എന്താ പറയുക ഒരു 2-3 തവണ റോഡ് കൂടെ പോയിട്ടുണ്ട്. പക്ഷേ കണ്ടന്റ് ക്രിയേറ്റർ ആയതിനു ശേഷം ഞാൻ ആ പരിപാടി നിർത്തി. ഇപ്പോൾ വീട്ടിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ ഹെൽമെറ്റ് ഇട്ട് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. ബിക്കോസ് ഞാനത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ള ഡയലോഗില്ല. മീൻസ് ഞാനാണല്ലോ നിയമം പഠിപ്പിക്കുന്ന ആൾക്കാരിലേക്ക്. അപ്പോൾ ഫസ്റ്റ് നിയമം ഫോളോ ചെയ്യേണ്ട വ്യക്തി ഞാനാണ്. സോ അങ്ങനെ ബേസിക് ആയിട്ട് ചെയ്യേണ്ട പല നിയമങ്ങളും ഞാൻ തന്നെ നല്ല വൃത്തിക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വണ്ടിയിൽ എന്താ പറയുക പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഡിജി ലോക്കറിൽ സംഭവം വേണം, എല്ലാം എൻ്റെ അടുത്ത് ഉണ്ടാവും. കാരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല പോലീസ് പിടിക്കുമ്പോൾ സാർ ഞാൻ കൊണ്ടത് മറന്നുപോയി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാൻ നിയമം തെറ്റിച്ചാൽ പിന്നെ എനിക്ക് പറയാൻ വോയിസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും വളരെ എന്താ പറയുക ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്.
ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ കുറച്ചും കൂടി ഫെയിമും കൂടി ആകുമ്പോഴത്തേനും പറഞ്ഞ പോലെ നമുക്ക് എവിടെ നിന്നൊക്കെയാ പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, അതായത് ലുലു മോളിന്റെ അവിടുന്ന് ഒരു സീബ്ര ക്രോസിംഗ് അല്ല, റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. അപ്പം വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, മറ്റേ റെഡ് ലൈറ്റ് ആയിട്ടില്ല, എനിക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ കാലം എടുത്ത് നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വീഡിയോ ക്യാമറ ഇങ്ങനെ പൊന്തിക്കുന്നു. അതായത് ഞാൻ നിയമം തെറ്റിക്കാൻ പോകുന്ന പ്ലാനില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു പ്രശ്നമാണല്ലേ. ഞാൻ അവിടെ തന്നെ നിന്നു, റെഡ് ലൈറ്റ് ആവാൻ വേണ്ടി വന്നു, പിന്നെ ക്രോസ് ചെയ്തു. സോ ഫെയിം വന്നതിന് ശേഷം കുറച്ച് കൂടുതൽ എന്താ പറയുക, ഞാൻ കെയർഫുൾ ആണ് എൻ്റെ പബ്ലിക് ഇമേജിൽ. ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. അടിപൊളി. നമ്മളിപ്പം ഈ അടുത്ത് അറിഞ്ഞൊരു വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിവ്യൂവിൻ്റെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഒരുപാട് പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് സിനിമ ചെയ്തിട്ട് റിവ്യൂവേഴ്സ് പലതും പറഞ്ഞതിൻ്റെ പേരിൽ എന്താ പറയുക സിനിമ എന്താ പറയുക നഷ്ടപ്പെട്ടു പോകുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. പക്ഷേ അവരുടെ സൈഡ് നോക്കുമ്പം ഞാൻ എടുത്ത 150 രൂപയുടെ ടിക്കറ്റ് ഞാൻ പൈസ ചിലവാക്കി. അപ്പോൾ എനിക്ക് എന്താ തോന്നുന്നത് പറയാം. ശരിക്കും ഇതിൽ ആരുടെ ഭാഗത്താണ് നിയമമുള്ളത്? നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതായത് ഞാനിപ്പോൾ ഒരു ഫുഡ് കഴിച്ചു, എനിക്ക് ആ ഫുഡ് ഇഷ്ടമായില്ല എന്ന് പറയാനുള്ള അധികാരം എനിക്കുണ്ട്. ഞാനൊരു സിനിമ കണ്ടു, എനിക്ക് ആ സിനിമ ഇഷ്ടമായില്ല, അത് പബ്ലിക് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നിങ്ങളോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, എനിക്ക് പറയാനുള്ള അധികാരമുണ്ട്. അതൊരിക്കലും എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രശ്നം എവിടെയാണ് വരുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ സിനിമയിൽ അഭിനയിച്ച ആളുകളെ പറ്റി അയാളുടെ ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയാലാണ് പ്രശ്നം സംഭവിക്കുക. അയാൾ ഡീഫെയിം ചെയ്യാൻ നോക്കുക എന്നുള്ളത് അവിടെ ആ ടൈപ്പ് ഓഫ് റിവ്യൂസ് പ്രശ്നമാണ്. അല്ലാതെ ഞാനൊരു സിനിമ കണ്ടു, എനിക്ക് ആ സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആ സിനിമ കണക്ട് ആയില്ല, അല്ലെങ്കിൽ ആ സിനിമയിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുമായിരുന്നു എന്ന് പറയാനുള്ള അധികാരം ഇവിടെ എൻ്റെ അറിവ് പ്രകാരം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഈ മാറ്റർ ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് സിനിമ റിവ്യൂ ഒരിക്കലും ബാൻ ചെയ്യാൻ സാധ്യത ഇല്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരാളെ മാനഹാനി നടത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കാനുള്ള അധികാരം ഇവിടെ ആർക്കുമില്ല.